നീറും മനസ്സുകളിൽ ആശ്വാസമേകും നിർമ്മല സോനമേ മേരി മാതേ, നിൻ പദമലരിൽ അഭയം തേടും നീജരീദാസരേ ധന്യരാക്കൂ, നിൻമിഴി നീരാൽ ശുദ്ധരാക്കൂ. ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്ക ദിനങ്ങളുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം പ്രത്യേകമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ആത്മജ്ഞാനം പ്രാപിക്കുക എന്നതിനെയാണ്. രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ ആദ്യ ദിവസം 13ാമത്തെ ദിവസം നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുന്ന സന്ദേശം അല്ലെങ്കിൽ വിഷയം ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്നുള്ളതാണ്. മക്കബായർക്ക് എഴുതപ്പെട്ട പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീ ചലനം കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. ഒരു വലിയ സൈന്യത്തെ നേരിടുവാൻ തൻ്റെ പക്കലുള്ള ചെറിയ സൈനികരുമായിട്ട് മുന്നേറുന്ന യുദാസ് മക്കേബീസ് എന്ന സൈന്യാധിപൻ തൻ്റെ സൈന്യത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നതാണ് ആ വചനം. അവർ ആയുധങ്ങളിലും കുതിരയുടെ ശക്തിയിലുമൊക്കെ ആശ്രയിക്കുന്നു, എന്നാൽ നമ്മളുടെ ആശ്രയം ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന, ഒരു വിരലിന്റെ ചലനം കൊണ്ട് എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മധൈര്യം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ എവിടെയാണ് ആശ്രയം വെച്ചിരുന്നത്? ലളിതമായിട്ട് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ ആശ്രയം വെച്ചിരുന്നത് തമ്പുരാനിലായിരുന്നു. അങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ ആദ്യ ദിനം മുതൽ, മാലാഖയുടെ സന്ദർശനം മുതൽ ഏറ്റവും ഒടുവിലത്തെ ദിനം വരെയും അമ്മ ക്രമപ്പെടുത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ എന്നും തമ്പുരാനിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ആത്മാവിൻ്റെ ശക്തിയെ അയക്കണമേ എന്നും എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്ന, പഠിപ്പിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയെ അയക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിക്കാം. കാറ്റേ കാറ്റേ പരിശുദ്ധാത്മാവേ, വീശണമേ ഞങ്ങളിൽ വീശണമേ. തീയേ തീയേ പരിശുദ്ധാത്മാവേ, കത്തണമേ കത്തി ജ്വലിക്കണമേ. കാറ്റേ കാറ്റേ പരിശുദ്ധാത്മാവേ, വീശണമേ ഞങ്ങളിൽ വീശണമേ. തീയേ തീയേ പരിശുദ്ധാത്മാവേ, കത്തണമേ കത്തി ജ്വലിക്കണമേ. പാപങ്ങളെല്ലാം ചാമ്പലാക്കണമേ, ഇന്നും അഗ്നിയായി കത്തി ജ്വലിക്കണമേ. പാപങ്ങളെല്ലാം ചാമ്പലാക്കണമേ, ഇന്നും അഗ്നിയായി കത്തി ജ്വലിക്കണമേ. നമുക്ക് പന്തക്കുസ്ത പ്രാർത്ഥന ചൊല്ലി തമ്പുരാന്റെ മുൻപിൽ പ്രാർത്ഥനാ നിരതരാകാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന്
നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, എളിമ, ക്ഷമ, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്ന പുണ്യം എന്തായിരുന്നു അതിൻ്റെ ആന്തരികമായ അർത്ഥം എന്ന് ചിന്തിക്കുമ്പോൾ ജർമ്മൻ തത്വചിന്തകനായ സോറൻ കീർക്കെഗാർഡ് ഇപ്രകാരം പറയുന്നു: ഫെയ്ത്ത് മീൻസ് എ ലീപ്പ് ഇൻടു ഡാർക്ക്നെസ്. വിശ്വാസം എന്നുള്ളത് അന്ധകാരത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. അറിഞ്ഞുകൂടാ അതിന്റെ താഴെ എന്താണെന്ന്. പക്ഷെ താഴെ ഒരു ഉറപ്പ് തരുന്ന ഒരു വിളിയുണ്ട്: നീ ചാടിക്കൊള്ളുക, ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ആ വിളിയുടെ ധൈര്യത്തിൽ ഒരുപക്ഷെ ഒരു മതിലിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ് അവന്റെ അപ്പൻ താഴെ നിന്ന് ഓനെ ചാടിക്കോളാം എന്ന് പറയുമ്പോൾ ചാടാൻ കാണിക്കുന്ന ധൈര്യം, ആ താഴെ എന്താണ് എന്ന് തിരിച്ചറിയുന്നില്ലെങ്കിലും അവന്റെ അപ്പന്റെ സ്വരത്തിൽ അവനുണ്ടാകുന്ന വിശ്വാസത്തിന്റെ പുറത്ത് അവൻ ചാടാൻ തയ്യാറാകും. അവന്റെ വിശ്വാസം എന്താണ്? താങ്ങാൻ താഴെ കൈകളുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ദൈവാശ്രയ ബോധം ഒരു ലീപ് ഇൻ ടു ഡാർക്ക്നെസ് ആയിരുന്നു. എന്തിലേക്ക് എന്ന് അറിഞ്ഞുകൂടാ, എവിടേക്ക് എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് താഴെ താങ്ങാൻ ഒരു കൈകളുണ്ട് എന്ന ഒരു ചിന്തയിലേക്കാണ്, ആ ചിന്തയിൽ നിന്നാണ് അമ്മ വാക്ക് കൊടുത്തത്: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ. പിന്നീട് പൂർണ്ണമായും തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിതം. നോക്കിക്കേ, കാലിത്തൊഴുത്തിന്റെ ദാരിദ്ര്യത്തിലും കാൽവരിയുടെ സഹനത്തിലും കാനായിലെ അത്ഭുതത്തിന്റെ വേളയിലും അമ്മ തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ടാണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നിന്നത്. ദൈവത്തിന്റെ മകന്റെ അമ്മയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും അവളുടെ ജീവിത രീതികളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? സാമൂഹിക ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? സാമ്പത്തിക തലങ്ങളിൽ മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. കുറെ കൂടി കഷ്ടപ്പാടുകൾ. ഒരുപക്ഷെ സാമ്പത്തിക മേഖലയിൽ അമ്മ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച വ്യക്തിയാണ്. പ്രവാസ ജീവിതം നയിക്കേണ്ടി വരുന്നു, വിധവയായിട്ട് ജീവിക്കേണ്ടി വരുന്നു. ഒരു പരാതിയുമില്ലാതെയുള്ള ഒരു ജീവിതം. ഇനി സാമൂഹിക തലത്തില് തീർച്ചയായും ഒറ്റപ്പെടുത്തപ്പെടുന്ന അവസരങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. മകനെ പ്രതി ഒരു നാട് മുഴുവൻ തന്റെ മകന് എതിരാകുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നുണ്ട് അമ്മയ്ക്ക്. അവനെ ക്രൂശിക്കുക, ഓശാന വിളികൾ മാറി അവനെ ക്രൂശിക്കുക എന്ന വിളികൾ ജനം ഉയർത്തുമ്പോൾ ഈ ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരമ്മയുണ്ട്. ഒന്നും പറയുന്നില്ല, എന്തെങ്കിലും പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല. ഏറ്റവും ഒടുവിൽ മകന്റെ മൃതദേഹം മടിയിലേക്ക് എടുത്തുകൊണ്ട് ഇരിക്കുന്നൊരു വ്യാകുലയായ മാതാവുണ്ട്. ഒന്നും മിണ്ടാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു നിൽക്കുന്ന ഒരമ്മ. ഇങ്ങനെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ മികച്ചു നിൽക്കുന്ന ഒന്ന്, അമ്മ ഈ സംഭവങ്ങളിലൊക്കെ വിളിച്ചവരിലേക്ക് തന്നെ ഒരു വലിയ നിയോഗം ഏൽപ്പിച്ചവന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അതിലേക്ക് മാത്രം നീങ്ങുകയായിരുന്നു. വല്ലാതൊരു ദൈവാശ്രയത്വം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരമ്മ. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെടുന്നവര് കല്ലെറിഞ്ഞു കൊല്ലപ്പെടും എന്നുള്ള വലിയ ശിക്ഷ നിലനിൽക്കുന്ന സമൂഹത്തിൽ
അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ഹിതത്തോട്, ദൈവഹിതത്തോട് ആമേൻ എന്നാണ് അവൾ പറഞ്ഞത്. ജീവിതത്തിൽ സംഭവിച്ചതിനോട് മുഴുവൻ അവൾ പറഞ്ഞത് ആമേൻ ആമേൻ എന്ന് മാത്രമാണ്. അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. പരിശുദ്ധ അമ്മയിലേക്ക് നോക്കുമ്പോൾ അതിങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്, തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ഇനി കാനായിലെ കല്യാണ നാളില് കുടുംബത്തിന്റെ കുറവുകളുടെ മേൽ വന്നു നിൽക്കുന്ന അമ്മ, എന്തൊരു ഉറപ്പാണ് അമ്മയ്ക്ക്. മകന്റെ വാക്കുകൾ, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നിഷേധാത്മകമെന്ന് തോന്നുന്ന മകന്റെ വാക്കുകൾക്കപ്പുറത്തേക്കും അതിന്റെ ആന്തരിക അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ എവിടെയാണ് ആശ്രയിക്കുന്നത്? തമ്പുരാനിലേക്കാണ് ആശ്രയിക്കുന്നത്. തന്റെ മകൻ ആരാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. മനോഹരമായ ഒരു ആംഗലേയ ഇംഗ്ലീഷ് പാട്ടുണ്ട്. മേരി, ഡു യു നോ when you kissed the face of your baby you are kissing the Lord Jesus. മറിയമേ, നിനക്കറിയാമോ, നീ നിന്റെ മകനെ ചുംബിച്ചപ്പോൾ നീ ചുംബിച്ചത് ദൈവത്തെയായിരുന്നു. അറിയാമോ എന്ന് ചോദിക്കേണ്ടതില്ല, അവൾക്കറിയാമായിരുന്നു. അവൾക്കറിയാമായിരുന്നു. അതല്ലേ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവൾ നിന്നത്. ഒരു പരാതിയുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ, തന്നെ ദൗത്യമേൽപ്പിച്ചവനെ മാത്രം ആശ്രയം വെച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ തമ്പുരാൻ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഇടം. പക്ഷെ ദൈവമാണ് ഏൽപ്പിച്ചതെങ്കിൽ അതെല്ലാം പൂർത്തിയാകുമെന്ന വലിയ വിശ്വാസത്തോടെയും തമ്പുരാനുള്ള ആശ്രയത്തോടെയും മുന്നോട്ട് നീങ്ങാൻ പരിശുദ്ധ അമ്മ നമ്മെ പ്രചോദിപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന ചൊല്ലുകയാണ്. പരിശുദ്ധ അമ്മേ, ദീപ്തമായ സമുദ്രതാരമേ, നിനക്ക് സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യകയെ, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിലെ, ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹൗവയുടെ നാമം മാറ്റിയ ധന്യയാം കന്യകയെ, ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്ധർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു. അങ്ങയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടട്ടെ. സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ, നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു. കന്മഷരഹിതയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ പാപങ്ങളെ കറയില്ലാതെ കാക്കണമേ. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ ആലപിച്ച സ്തോത്രഗീതം ആലപിക്കാം. നമ്മൾ ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം പാടാറുണ്ട്. സകല ജനപദങ്ങളും എന്ന ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. സകല ജനപദങ്ങളും
നിന്നെ ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. നമുക്ക് തമ്പുരാൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയും നാം എല്ലാവരോടും കൂടെ, നമ്മുടെ കുടുംബങ്ങളോടുകൂടെ, നമ്മുടെ നിയോഗങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.